ധാരാളം ആളുകളുടെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് മുടി നന്നായിട്ട് കൊഴിഞ്ഞു വരിക, മുടിയുടെ കനം നന്നായിട്ട് കുറഞ്ഞു വരിക. കനം കുറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ തലയോട്ടി നന്നായിട്ട് വിസിബിൾ ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ. ഇതിനായിട്ട് ധാരാളം വില കൂടിയിട്ടുള്ള ഷാംപൂ, സിറം, അതുപോലെ തന്നെ ഹെയർ ഓയിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടും റിസൾട്ട് കിട്ടാത്തവരാണ് ഒട്ടുമിക്ക ആൾക്കാരും. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് എന്ത് കഴിച്ചു എന്ന് ഇവരോട് ചോദിക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലുണ്ടല്ലോ ഞാനൊരു 5 ഫുഡ് പറയുന്നുണ്ട്. ഈ ഒരു 5 ഫുഡ് നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു മാസം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാനും മുടിയുടെ കട്ടി നന്നായിട്ട് കൂടാനും അതുപോലെ തന്നെ മുടിയുടെ ഗ്രോത്ത് കുറച്ചുകൂടി ഒന്ന് ഫാസ്റ്റ് ആക്കാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് യൂസ് ചെയ്യണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ. പക്ഷെ 5 കാര്യത്തിന്റെ ഗുണങ്ങൾ കുറച്ച് വ്യത്യാസമാണ്. അപ്പൊ നിങ്ങൾ ഇത് മുഴുവനും കേട്ടതിന് ശേഷം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് ഡെയിലി റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം. അതുപോലെ വീഡിയോയുടെ അവസാനം ഈ 5 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യങ്ങൾ എങ്ങനെ നമുക്ക് റുട്ടീൻ ചെയ്യാം എന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ, എങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി, അമ്മ ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് കേട്ടോ പ്രായമാകുന്നതിന് മുന്നേ ഇത്തരത്തിൽ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഈവൻ ചെറുപ്പക്കാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ന്യൂട്രിയൻസിന്റെ കുറവ്. ശരീരത്തിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ റിഫ്ലക്ട് ചെയ്യുക നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെയാണ്. മറ്റു പല കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെയാണ് ഉറക്കക്കുറവും അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള സ്ട്രെസ്. സ്ട്രെസ് എത്രത്തോളം നിങ്ങൾ കൂടുതൽ എടുക്കുന്നു അത്രത്തോളം നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോളിന്റെ അളവ് കൂടുകയാണ് ചെയ്യുക. കോർട്ടിസോൾ നന്നായിട്ട് കൂടുന്ന സമയത്ത് മുടി നന്നായിട്ട് കനം കുറഞ്ഞു വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഈ സ്കാൽപ്പ് ഒക്കെ നന്നായിട്ട് വിസിബിൾ ആയിട്ട് കാണില്ലേ? ഇത്തരത്തിലുള്ള ആളുകളുടെ തല നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നന്നായിട്ട് സ്കാൽപ്പ് ഒക്കെ വിസിബിൾ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ഒരു കാരണമാണ് അയൺ ഡെഫിഷ്യൻസി. ശരീരത്തിലെ രക്തം കുറയുമ്പോഴും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. മൂന്നാമത്തെയാണ് സീസൺ നന്നായിട്ട് ചേഞ്ച് ആവുക. കൂടുതലും കണ്ടുവരുന്നത് മഴക്കാലത്താണ് കേട്ടോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. അടുത്ത കുറച്ച് കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ശരീരത്തിൽ പ്രോട്ടീൻ നന്നായിട്ട് കുറഞ്ഞു വരിക, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ശരീരത്തിൽ നന്നായിട്ട് ഹീറ്റ് നന്നായിട്ട് കൂടി വരിക. ഇത്തരം കാരണങ്ങൾ കൊണ്ടും നമ്മുടെ മുടി നന്നായിട്ട് കൊഴിയാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലാകുന്നത്. ആ കാരണങ്ങളും കൂടി മാനേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറ്റേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ കാരണങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉള്ളിൽ നിന്നൊരു സപ്പോർട്ട് കൊടുക്കണം. അപ്പൊ ഇതിനായിട്ട് നമ്മുടെ കാറ്റഗറിയിൽ വരുന്ന ആദ്യത്തെ ഒരു കാര്യമാണ് കറിവേപ്പില. കറിവേപ്പിലയിൽ മെയിൻ ആയിട്ട് അടങ്ങിയിട്ടുള്ള രണ്ട് മെയിൻ ന്യൂട്രിയൻസ് ആണ് അയേൺ അതുപോലെ തന്നെ കോപ്പർ. ഇത് കൂടാതെ ബീറ്റ കരോട്ടീൻ അതുപോലെ തന്നെ ബി വൈറ്റമിൻസും നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എങ്ങനെ കഴിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ ഉണ്ടല്ലോ വെറും വയറ്റിൽ എഴുന്നേറ്റിട്ട് ശേഷം കുറച്ച് ഇളം ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട് ഒരു 4 കറിവേപ്പിലയുടെ ഇല, 4 തണ്ടല്ല കേട്ടോ പറയുന്നത്, 4 കറിവേപ്പിലയുടെ ഇല ചവച്ചരച്ചതിന്റെ നീരിറക്കിയതിന് ശേഷം അതിന്റെ മീതെ കുറച്ച് ഇളം ചൂടുവെള്ളം നിങ്ങൾ എന്നും രാവിലെ വെറും വയറ്റിൽ കഴിച്ചു വരാനായിട്ട് നോക്കുക. ഇപ്പൊ കുറെ ആൾക്കാരുണ്ട് ചവച്ചരച്ച് കഴിക്കാനായിട്ട്, പച്ചക്ക് കഴിക്കാനായിട്ട് താല്പര്യമില്ലാത്തവര്. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ കറി ഉണ്ടാക്കുന്ന സമയത്ത് കറിവേപ്പില ആഡ് ചെയ്യുക. എന്നിട്ട് കറിവേപ്പിലയോട് കൂടിയിട്ട് നിങ്ങൾ ചവച്ചരച്ച് കഴിക്കാനായിട്ട് കൂടി നോക്കുക. നിങ്ങൾ കുറച്ചു നാള് അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു രീതിയിൽ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റും. കുറെ ആൾക്കാർ പറയാറുണ്ട് ഞങ്ങൾ കുറെ ട്രൈ ചെയ്തു എന്നിട്ടും റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ. പക്ഷെ നിങ്ങൾ മുന്നോട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക. അതിലുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ട്രൈ ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന ഒരു ഫുഡാണ് ഉലുവ. ഉലുവയില് ഡീസോജിനിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാര്യം നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഡയറക്ട്ലി സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇത് കൂടാതെ ഇതിനൊരു ആന്റി ഫംഗൽ പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. ഇത് നമ്മുടെ തലച്ചോറ്, നമ്മുടെ തലയോട്ടിയിലൊക്കെ ഉണ്ടല്ലോ ഈസ്റ്റിന്റെ ഫോർമേഷൻ ഒക്കെ ഉണ്ടാകും. അതിനൊക്കെ നന്നായിട്ട് കുറച്ചിട്ടും മുടി കൊഴിച്ചിലും നന്നായിട്ട് കുറയ്ക്കാനും മുടിയുടെ ഗ്രോത്തിനെ നന്നായിട്ട് കൂട്ടാനും സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്ത് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ഉള്ളിൽ കഴിക്കാനും രണ്ട് കാര്യത്തിനും നമ്മൾ ഉലുവ ഉപയോഗിച്ച് വരാറുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യമാണ് രക്തയോട്ടം നന്നായിട്ട് കൂട്ടും. തലച്ചോറിലേക്ക് നല്ലൊരു രക്തയോട്ടം നന്നായിട്ട് കൂട്ടും. ഈ രക്തയോട്ടം കൂട്ടുന്നതിലൂടെ നമ്മൾ കഴിക്കുന്ന മിനറൽസിനെ ശരിയായിട്ടുള്ള രീതിയിൽ അബ്സോർപ്ഷൻ ചെയ്യാനും മുടിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നല്ലൊരു എഫക്റ്റ് കിട്ടാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇതെങ്ങനെ കഴിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള രീതിയാണ് കുതിർത്ത് കഴിക്കുക. രാത്രി നിങ്ങൾ കുറച്ച് ഉലുവയെടുത്തതിന് ശേഷം കുറച്ച് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് രാത്രി മുഴുവൻ നിങ്ങൾ കുതിർത്ത് വെക്കുക. രാവിലെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കറിവേപ്പില ചവച്ചരച്ച് കഴിച്ചിട്ട് ഈ ഒരു വെള്ളം നിങ്ങൾക്ക് കുടിക്കാം. എന്നിട്ട് ആ ഉലുവയും നിങ്ങൾക്ക് കഴിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഉലുവ കുതിർത്തിട്ടുള്ള ഒരു വെള്ളം നിങ്ങൾ ഈവനിങ് ആകുന്ന ഒരു സമയമുണ്ടല്ലോ, ഒരു 4 മണി സമയത്ത് ഉലുവ കുതിർത്ത വെള്ളം നിങ്ങൾക്ക് ആ സമയത്തും കഴിക്കാവുന്നതാണ്. ഉലുവ നിങ്ങൾ ചവച്ചരച്ച് കഴിക്കാനായിട്ട് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഷുഗർ ഒക്കെ കുറഞ്ഞു വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ച് കഴിക്കുക. ഷുഗർ ഒന്ന് ഡ്രോപ്പ് ആകാനുള്ള ചാൻസസും കൂടി ഉണ്ട്.
ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കിയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത്തരത്തിൽ സ്കാൽപ്പിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു ഡാൻഡ്രഫ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ അതിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ മുടിയുടെ ഒരു ഗ്രോത്തിനെയും വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് നമ്മുടെ ഒരു സൂപ്പർ ഫുഡ് നെല്ലിക്ക. ഈ ഒരു 5 ലിസ്റ്റിലുണ്ടല്ലോ ഏത് കാര്യം നമ്മൾ കഴിക്കണം എന്ന് നോക്കി കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുക നെല്ലിക്ക തന്നെയാണ് കേട്ടോ. നെല്ലിക്ക എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. വൈറ്റമിൻ സി ലോഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ അയൺ അബ്സോർപ്ഷന് വൈറ്റമിൻ സി വേണം. അതുപോലെ തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും വൈറ്റമിൻ സി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും എല്ലാത്തിനും ഒരേപോലെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എങ്ങനെ കഴിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ പച്ചയ്ക്ക് കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പച്ചയ്ക്ക് കഴിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ തോരനൊക്കെ ഉണ്ടാക്കില്ലേ, തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നെല്ലിക്ക നിങ്ങൾ ആ തോരന്റെ മിഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പാത്രം മൂടി വെക്കുമ്പോൾ അത് വേവും. ആ വേവിച്ചിട്ട് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് അത്രയും പുളി ഉണ്ടാവില്ല. അപ്പൊ കഴിക്കാനും വളരെയധികം ഈസി ആയിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം. ഇങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസ് അടിച്ചു കുടിക്കാം. ജ്യൂസ് അടിക്കാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു നെല്ലിക്ക നിങ്ങൾ ജസ്റ്റ് പീസായിട്ട് ഇടുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇടുക. ശേഷം അതിലേക്ക് കുറച്ചൊരു 5 6 ഇല നമ്മുടെ കറിവേപ്പിലയും കൂടി ഇടുക. അതിലേക്ക് ഒരു നുള്ള് ജീരകം, ചെറിയൊരു പീസ് നമ്മുടെ ശർക്കരയും, ഒരു നുള്ള് ബ്ലാക്ക് സോൾട്ട്, കുറച്ച് വെള്ളം, ഇത്രയും മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ജ്യൂസ് പോലെ ആക്കുക. എന്നിട്ട് ഇന്നും രാവിലെ നിങ്ങൾക്ക് ഭക്ഷണത്തിന് ശേഷമോ മുൻപോ നിങ്ങൾക്ക് കഴിക്കാവുന്ന കൂടിയാണ്. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ടോണിക്കും കൂടിയാണ് കേട്ടോ. രാവിലെ നമ്മൾ കറിവേപ്പില ചവച്ചരച്ച് കഴിക്കുന്നത് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ടും കഴിക്കാം. ഇനി ഇതും കഴിക്കാനായിട്ട് താല്പര്യമില്ലാത്തവരാണെങ്കിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് സപ്ലിമെന്റ് രൂപം. സപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ആംലക്കി രസായനം എന്ന് പറയുന്ന ഒരു പൗഡർ നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഈ ആംലക്കി രസായനത്തിൽ നിന്ന് 1 ടീസ്പൂൺ നമ്മൾ ഈ പൗഡർ എടുക്കുക. 1 ടീസ്പൂൺ പൗഡറിൽ കുറച്ച് തേനും കൂടി മിക്സ് ചെയ്തിട്ട് രാത്രി നിങ്ങൾ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് രാത്രി നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം കിടക്കാൻ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഒക്കെ ആയിട്ട് രാത്രി നിങ്ങൾക്ക് കഴിക്കാം. ഇതും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഏതെങ്കിലും ഒരു ഫോമിൽ നിങ്ങൾ കഴിക്കാനായിട്ട് കൂടി നോക്കുക. ഇനി അടുത്ത കാറ്റഗറിയിൽ വരുന്നതാണ് മത്തങ്ങയുടെ കുരു, പംകിൻ സീഡ്സ്. എല്ലാവർക്കും അറിയാം, വളരെ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അയേൺ അതുപോലെ തന്നെ സിങ്ക് രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ കൂടിയാണ് കേട്ടോ. പക്ഷെ ഇത് കഴിക്കേണ്ട രീതിയും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും നിങ്ങൾ പച്ചയ്ക്ക് കഴിക്കരുത്. പച്ചയ്ക്ക് കഴിക്കുന്ന സമയത്ത് ഇതിൽ ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കാര്യം അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈറ്റിക് ആസിഡ് നമ്മൾ അയണിന്റെയും ജിങ്കിന്റെ അബ്സോർപ്ഷനെ ഇത് തടയുകയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യമാണ് കുതിർത്ത് കഴിക്കാനായിട്ട് നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ്റ്റ് ചെയ്ത് കഴിക്കാനായിട്ട് നോക്കുക. നിങ്ങൾ രാത്രി എടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ നമ്മുടെ മത്തങ്ങയുടെ കുരു കുതിർത്ത് വെക്കുക. രാവിലെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ചവച്ചരച്ച് കഴിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമിൽ കഴിക്കാം. ഇല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെക്കുക. കുറച്ച് മത്തങ്ങയുടെ കുരു റോസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു ഈവനിങ് ടൈം ആകുന്ന സമയത്ത് കുറച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്നതുമാണ്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള രീതിയും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ 4ാമത്തെ കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യം. നമ്മുടെ അവസാനത്തെ ഫുഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലും മുടിയിലും കണ്ടുവരുന്ന മേജർ ആയിട്ടുള്ള ഒരു 3 കാര്യങ്ങൾ ഉണ്ടല്ലോ. ഈ 3 കാര്യങ്ങൾ ഇത് സോൾവ് ചെയ്യും. അതായത് അയൺ ഡെഫിഷ്യൻസി, പ്രോട്ടീൻ ഡെഫിഷ്യൻസി, പുവർ ഗട്ട് ഹെൽത്ത്. ഈ 3 കാര്യങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചെറുപയർ. ഇതില് അയൺ, സിങ്ക്, ഫോളേറ്റ്, കോപ്പർ, മെഗ്നീഷ്യം, പ്രോട്ടീൻ എന്നീ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ മുടിനെ കുറച്ചൊന്ന് സ്ട്രോങ് ആക്കാനും അതുപോലെ തന്നെ മുടിക്ക് കുറച്ചൊരു കനത്തിൽ വളരാനും വളരെയധികം നല്ലതാണ്. ഏതെങ്കിലും ഒരു ഫോമിൽ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. കറി വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്പ്രൗട്ട്സ് പോലെ ഉണ്ടാക്കിയിട്ട് അത് കുറച്ചൊന്ന് വേവിച്ച് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ദോശ പോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്താനായിട്ട് കൂടി ശ്രദ്ധിക്കും. ഈ പറയുന്ന 5 കാര്യങ്ങൾ നമ്മുടെ റുട്ടീനിൽ എങ്ങനെ ഫോളോ ചെയ്യാമെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് വന്ന അപ്പം തന്നെ ഉണ്ടല്ലോ 4 മുതൽ 5 കറിവേപ്പില ചവച്ചരച്ച് കഴിക്കാനായിട്ട് നോക്കുക. അതിനുശേഷം നിങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ട് കഴിക്കുക. അതായത് പുട്ടും കടലയും, അപ്പം, മുട്ട, അങ്ങനെ കുറച്ച് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്രൗട്ട്സ് പോലെ ആക്കിയിട്ട് ഒരു കപ്പ് നമ്മൾ കുറച്ച് വേവിച്ചിട്ട് അതിന്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ശേഷം നമ്മുടെ ലഞ്ച് ടൈമിൽ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ രാവിലെ നിങ്ങൾക്ക് ചെറുപയർ കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾ ഒരു ബോൾ ചെറുപയറിന്റെ കറിയോ തോരൻ പോലെയോ എങ്ങനെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ കഴിക്കുക. എന്നുമല്ല, ഓരോ ദിവസം ഇടവിട്ടിട്ടാണെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. ഈവനിങ് ടൈമിൽ നമ്മൾ 1 ടീസ്പൂൺ മത്തങ്ങയുടെ ഒരു റോസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ കുതിർത്ത് വെച്ചത് ഏതെങ്കിലും ഒരു ഫോമിൽ കഴിക്കുക. രാത്രി നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ നമ്മുടെ ആമലക്കി രസായനം കുറച്ച് തേനിൽ മിക്സ് ചെയ്തിട്ട് രാത്രി കഴിക്കാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾ നോക്കുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഉലുവ കുതിർത്ത വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ മത്തങ്ങയുടെ കുരു നിങ്ങൾ ഈവനിങ് ടൈമിൽ കഴിക്കുന്നു. ആ സമയത്ത് 1 ഗ്ലാസ് ഉലുവ കുതിർത്ത വെള്ളവും അതിന്റെ കൂടെ നിങ്ങൾ ആ ഉലുവ ചവച്ചരച്ച് കഴിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അനുസരിച്ച് അതിനനുസരിച്ച് മാനേജ് ചെയ്ത് കഴിക്കാവുന്നതും കൂടിയാണ്. ഇതിന്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം,
നന്നായിട്ട് ഉറങ്ങുക, അതുപോലെ വെള്ളം നന്നായിട്ട് കുടിച്ച് ബോഡിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. ഭക്ഷണത്തിൽ ഈ പറയുന്ന പോലെ സ്പൈസി, ഗരം മസാല ആയിട്ടുള്ള കാര്യങ്ങളും ഉപ്പ് കൂടുതലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒഴിവാക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. ഞാനിവിടെ ഈ പറഞ്ഞിട്ടുള്ള മുകളിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കണം. ഈവൻ ഫീമെയിൽസ് ഒക്കെ ആണെങ്കിൽ ഹോർമോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും മെഡിസിൻസ് ഒക്കെ എടുത്തിട്ട് അതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്താൽ മാത്രമാണ് നമ്മുടെ മുടിക്ക് നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. So, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.